സ്വാഗതം. പറയുന്ന കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കിയാൽ നമുക്ക് ശതമാനം എന്ന ടോപ്പിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ബൈഹാർട്ടാക്കുക ഈ പറയുന്ന കാര്യങ്ങൾ. അതായത് 10% എന്ന് പറയാൻ 10/100, 25% 25/100, 10%-ന്റെ 25%, 10% ഗുണം 25%, 10/100 × 25/100, 250 10,000. ഇവിടെ 250 എന്ന് പറഞ്ഞാൽ 3 സ്ഥാനമേ ഉള്ളൂ. 4 സ്ഥാനം ഇടത്തോട്ട് തട്ടിക്കുത്തരണം. അതിനൊരു 0 കൂടെ കൊടുക്കും. അതായത് 250 എഴുതിയിട്ട് 3 സ്ഥാനം ഉള്ളതുകൊണ്ട് ഒരു 0 കൂടെ കൊടുക്കും. അതിന് പകരം 4 സ്ഥാനത്തിന് 0.0250, അതായത് 0.0250 എന്ന് വരും. ശതമാന രൂപത്തിലുള്ള സംഖ്യയെ ഭിന്നസംഖ്യ ആക്കുന്നതിനും ദശാംശ സംഖ്യ ആക്കുന്നതിനും 100 കൊണ്ട് ഹരിച്ചാൽ മതി. ശതമാന രൂപത്തിലൊരു സംഖ്യ ആണെങ്കിൽ അതിനെ ഭിന്നസംഖ്യ ആക്കാൻ പറഞ്ഞാലും 100 കൊണ്ട് ഹരിക്കുക. ദശാംശം സംഖ്യ ആക്കാൻ പറഞ്ഞാലും അതിനെ 100 കൊണ്ട് ഹരിച്ചാൽ മതി. ശതമാന രൂപത്തിലുള്ള സംഖ്യയെ ഭിന്നസംഖ്യ ആക്കുന്നതിനും ദശാംശ രൂപത്തിലാക്കുന്നതിനും 100 കൊണ്ട് ഹരിക്കുക. തിരിച്ച് ഭിന്നസംഖ്യയെയോ ദശാംശ സംഖ്യയെയോ ശതമാനമാക്കുന്നതിന് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഭിന്നസംഖ്യയോ ദശാംശ സംഖ്യയോ ശതമാനമാക്കുന്നതിന് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ x% കൂടുതലാണെങ്കിൽ ബിക്ക് എയേക്കാൾ x/100 + x × 100% കുറവായിരിക്കും. ഇവിടെ പറയാം, എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ x% കൂടുതലാണെങ്കിൽ ബിക്ക് എയേക്കാൾ x/100 + x × 100% കുറവായിരിക്കും. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ x% കുറവാണെങ്കിൽ ബിക്ക് എയേക്കാൾ x/100 - x × 100% ആയിരിക്കും. ഇത് രണ്ട് ബൈഹാർട്ടാക്കി വെക്കുക. എപ്പോഴും ചോദിച്ച് കാണാനുള്ള ചോദ്യമാണ്. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ x% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ബിക്ക് എയേക്കാൾ എത്ര കുറവായിരിക്കും എന്നറിയാൻ x/100 + x × 100% കുറവായിരിക്കും. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ x% കുറവാണെങ്കിൽ ബിക്ക് എയേക്കാൾ x/100 - x × 100% കൂടുതലായിരിക്കും. ഈ കാര്യങ്ങൾ ബൈഹാർട്ടാക്കി വെക്കും. ഇനിയുണ്ട് ശതമാനത്തെ സംബന്ധിച്ച കാര്യങ്ങൾ നോക്കാം. ഒരു സാധനത്തിൻ്റെ വില x% വർദ്ധിപ്പിച്ച ശേഷം y% വീണ്ടും കൂട്ടുന്നു. x% വർദ്ധിപ്പിച്ച് വീണ്ടും y% കൂട്ടിയാൽ വിലയിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് x + y + x/100 ആയിരിക്കും. അതായത് രണ്ടും കൂട്ടുമായിരുന്നു, അതുകൊണ്ട് പ്ലസ് ഓർത്താൽ മതി. x + y + x/100 വിലയിലുണ്ടാകുന്ന മാറ്റം. സാധനത്തിൻ്റെ x% വർദ്ധിപ്പിച്ച് y% കൂട്ടിയാൽ വിലയിലുണ്ടാകുന്ന മാറ്റം x + y + x/100 ആയിരിക്കും. ഒരു സാധനത്തിൻ്റെ വില x% വർദ്ധിപ്പിച്ച് y% കുറയ്ക്കുന്നു. x% വർദ്ധിപ്പിച്ച ശേഷം y% കുറയ്ക്കുകയാണെങ്കിൽ വിലയിലുണ്ടാകുന്ന മാറ്റം x y% കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ മതി. x - y - x/100. ഈ പ്ലസ് ഉള്ളിടത്തെല്ലാം മൈനസ് കൊടുത്താൽ മതി. ഈ ഒരു സാധനത്തിൻ്റെ വില x% വർദ്ധിപ്പിച്ച് x% കുറയ്ക്കുന്നു. അതെ, 30% വർദ്ധിപ്പിച്ച് 30% കുറച്ചാൽ 30²/100. അതായത് x% വർദ്ധിപ്പിച്ച് x% കുറച്ചാൽ കുറവ് എത്ര ശതമാനം ചോദിച്ചാൽ x²/100 കണ്ടാൽ മതി. 10% വർദ്ധിപ്പിച്ച് 10% കുറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ 10²/100%. കുറവ് അല്ലെങ്കിൽ നഷ്ടം എന്ന് പറയുന്നത് x²/100% ആയിരിക്കും. എയുടെ b% എന്ന് പറയുന്നത് ബിയുടെ a%. എയുടെ b% സമം ബിയുടെ a%. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലങ്ങൾ എപ്പോഴും ചോദിച്ച് കാണാം. ഒരു സാധനത്തിൻ്റെ വില x% വർദ്ധിപ്പിച്ച് വീണ്ടും y% കൂട്ടിയാൽ വിലയിലുണ്ടാകുന്ന മാറ്റം x + y + x/100 ആയിരിക്കും. ഒരു സാധനത്തിൻ്റെ വില x% വർദ്ധിപ്പിച്ച് y% കുറച്ചാൽ ഫോർമുല അത് തന്നെ, പക്ഷെ മൈനസ് അല്ല. x - y - x/100 ആയിരിക്കും. ഒരു സാധനത്തിൻ്റെ വില x% വർദ്ധിപ്പിച്ച് x% കുറയ്ക്കുന്നു. വർദ്ധിപ്പിച്ചത് x%, കുറച്ചത് x%, അങ്ങനെ x%. അങ്ങനെയാണെങ്കിൽ നഷ്ടം എത്ര ശതമാനമാണെന്ന് വെച്ചാൽ x²/100. ഒരു സാധനത്തിൻ്റെ വില 25% വർദ്ധിപ്പിച്ച് 25% കുറച്ചാൽ 25²/100% കുറവ് അല്ലെ നഷ്ടം. ചോദിക്കും എത്ര നഷ്ടമാണെന്ന് ചോദിച്ചാൽ x²/100% ആയിരിക്കും. അത് ഓർത്തിരിക്കുക. എയുടെ b% എന്ന് പറഞ്ഞാൽ ബിയുടെ a%.
എയുടെ ബി ശതമാനം ബിയുടെ എ ശതമാനമാണ്. ഇപ്പോൾ 10ൻ്റെ 25% എന്ന് പറഞ്ഞാൽ 25ൻ്റെ എത്ര ശതമാനമാണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ നമുക്കത് ഇതറിഞ്ഞിരുന്നാൽ അത് ചെയ്യാം. ബഹുഭുജങ്ങളെന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഫിഗറാണ്. 3 വശമോ അതിൽ കൂടുതലോ ഉള്ള ക്ലോസ്ഡ് ഓപ്പണായിട്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ഫിഗറല്ല. ഇങ്ങനെ ഇതൊക്കെ ഓപ്പണാണ്. ഇങ്ങനെ ത്രികോണം മുതൽ അങ്ങോട്ട് എത്ര വശങ്ങളുള്ള പോളിഗൺസ് നമുക്ക് ബഹുഭുജങ്ങൾ തന്നെയായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയാൽ വളരെ നന്നായിട്ട് മനസ്സിലാകും. ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. N വശങ്ങളുള്ള എൻ്റെ ഫ്രീ മാർക്സ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. N വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക കാണാനുള്ള ഫോർമുല n-2 × 180 ആണ്. n-2 × 180. വികരണങ്ങളുടെ എണ്ണം കാണാനായി വശങ്ങളുടെ എണ്ണം നമുക്ക് വികരണങ്ങളുടെ എണ്ണം കാണാനാണെങ്കിൽ ചോദിച്ചെങ്കിൽ n × n-3/2 ഫോർമുല. ഒരു ബഹുഭുജത്തിൻ്റെ ബാഹ്യ കോണുകളുടെ തുക എല്ലായ്പ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ഒരു മൂലയുടെ ആന്തരകോണിൻ്റെയും ബാഹ്യകോണിൻ്റെയും തുക 180 ഡിഗ്രി ആയിരിക്കും. അത് പ്രധാനപ്പെട്ട പോയിൻ്റാണ്. കാരണം ബാഹ്യകോണം തന്നിരിക്കും, ആന്തരകോണം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം എന്ത് ചെയ്താൽ 180 ബാഹ്യകോണം കുറച്ചാൽ മതി. കൂടെ കൂട്ടുമ്പോൾ 180 ആണെങ്കിൽ ആന്തരകോണം ചോദിച്ചെങ്കിൽ അത് 180 കുറച്ചാൽ മതി ബാഹ്യകോണം. ഒരു ബഹുഭുജത്തിൻ്റെ എല്ലാ വശവും എല്ലാ കോണുകളും തുല്യമാണെങ്കിൽ അതിനെ സമബഹുഭുജം. ആംഗിൾസ് ആൻഡ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ഇക്വിലാറ്ററൽ ആൻഡ് ഇക്വിആംഗുലർ, അങ്ങനെയുള്ള പോളിഗണിനെ നമ്മൾ റെഗുലർ പോളിഗൺ എന്ന് പറയുന്നു, സമബഹുഭുജം എന്ന് പറയുന്നു. ഇനി ഒരു ബാഹ്യകോൺ ചോദിച്ചോ വശങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട് 360 ÷ n. വശങ്ങളുടെ എണ്ണം ചോദിച്ചെങ്കിൽ 360 ബാഹ്യകോൺ തന്നിട്ടുണ്ട്. 360 ബാഹ്യകോണുകളുടെ തുക 360 നമുക്കറിയാം. 360 / ബാഹ്യകോൺ വശങ്ങളുടെ എണ്ണം ചോദിച്ചാൽ. ആന്തരകോണാണ് ചോദിച്ചെങ്കിൽ 180 - ബാഹ്യകോൺ. 3 അതിൽ കൂടുതലോ വശങ്ങളുള്ള ക്ലോസ്ഡ് ഫിഗറിനെയാണ് ബഹുഭുജം എന്ന് പറയുന്നത്. ബഹുഭുജത്തിൻ്റെ പോളിഗൺസ് തന്നെയായിട്ട് ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഫ്രീ മാർക്സ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇത് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഫ്രീ മാർക്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വാങ്ങിയില്ല, ഒരു സാധനം വാങ്ങിയില്ല. സെല്ലിംഗ് പ്രൈസ് വിറ്റവില്ല. ഇവിടെ നഷ്ടം കാണാനെങ്കിൽ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും കൂടുതൽ. വിറ്റപ്പോൾ നഷ്ടമാണ്. ഇപ്പോൾ കോസ്റ്റ് പ്രൈസിന് സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുക. ലാഭമാണെങ്കിൽ സെല്ലിംഗ് പ്രൈസിന് കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുക. സെല്ലിംഗ് പ്രൈസ് വിറ്റവിലായിരിക്കും കൂടുതൽ. അപ്പോൾ വിറ്റവില വലിച്ചത് കുറച്ചാൽ മതി. നഷ്ടശതമാനമായി ചോദിച്ചെങ്കിൽ എത്ര രൂപ നഷ്ടമായോ, അതായത് കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറച്ചാലേ എന്നുണ്ട്. നഷ്ടം / കോസ്റ്റ് പ്രൈസ് × 100. എപ്പോഴും കോസ്റ്റ് പ്രൈസിനെ വാങ്ങിയ വില അടിസ്ഥാനമാക്കിയായിരിക്കും ലാഭശതമാനമായാലും നഷ്ടശതമാനമായാലും കണക്കാക്കുക. ലാഭശതമാനമാണെങ്കിൽ കിട്ടിയ ലാഭം / കോസ്റ്റ് പ്രൈസ് × 100. എപ്പോഴും കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ലാഭശതമാനമായാലും നഷ്ടശതമാനമായാലും കണക്കാക്കുക. ലാഭശതമാനമാണെങ്കിൽ കിട്ടിയ ലാഭം അത് തമ്മിലുള്ള വ്യത്യാസം / കോസ്റ്റ് പ്രൈസ് × 100. നഷ്ടശതമാനം കിട്ടിയ എത്ര രൂപ നഷ്ടപ്പെട്ടു, നഷ്ടം / കോസ്റ്റ് പ്രൈസ് × 100. നഷ്ടം / വാങ്ങിയ വിലയാണ് 100. എപ്പോഴും വാങ്ങിയ വില അടിസ്ഥാനപ്പെടുത്തിയിരിക്കും, കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ലാഭവും നഷ്ടവും. നഷ്ടശതമാനമാണ് നഷ്ടം / കോസ്റ്റ് പ്രൈസ് × 100. ലാഭശതമാനമാണ് ലാഭം / കോസ്റ്റ് പ്രൈസ് × 100. ഒരേ വിലയുള്ള X എണ്ണം സാധനം വിൽക്കുമ്പോൾ Y എണ്ണം വെറുതെ ലഭിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ചോദിച്ച് കാണാറുണ്ട്. കിഴിവ് ശതമാനം കാണാൻ Y/X + Y × 100%. ഒരേ വിലയുള്ള സാധനം X എണ്ണം വിൽക്കുമ്പോൾ Y എണ്ണം വെറുതെ ലഭിക്കുകയാണെങ്കിൽ കിഴിവ് ശതമാനം കാണാൻ Y/X + Y × 100%. ഒരു സാധനം ഡിസ്കൗണ്ട് എത്ര രൂപയൊക്കെ ചില സീസണിലൊക്കെ ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കാറുണ്ട്. ഡിസ്കൗണ്ട് ശതമാനം കാണാനൊരു ഫോർമുലയുണ്ട്. അതായത് പരസ്യവില എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ വില. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര രൂപ പരസ്യം ആ വിറ്റ വിലയും
യഥാർത്ഥ വിലയും കൂടെ കുറച്ചാൽ കിട്ടുന്ന എമൗണ്ടാണ് ഡിസ്കൗണ്ട്. ഉദാഹരണം 100 രൂപ വിലയുള്ള ഒരു ബുക്ക്, ബുക്ക് 60 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ അവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ ആ 100-ൽ നിന്ന് ആ പരസ്യ വിലയിൽ നിന്ന് ആ വിറ്റ വില കുറച്ചാണ്. 100-ൽ നിന്ന് 60 കുറച്ചാൽ 40 വരും. 40 ഡിവൈഡഡ് ബൈ പരസ്യ വില, അതായത് 100 ഇൻറ്റു 100. ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറയുന്നത് അല്ല, 120 രൂപ വിലയുള്ള ഒരു സാധനം 100 രൂപയ്ക്ക് വിൽക്കുന്നു. അതായത് 20 രൂപ ഡിസ്കൗണ്ട് കിട്ടി. എങ്ങനെ കിട്ടി? 120-ൽ നിന്ന് 100 കുറച്ചു. 20 ഡിവൈഡഡ് ബൈ യഥാർത്ഥ വില, അതായത് പരസ്യ വിലയാണ് യഥാർത്ഥ വില. പരസ്യ വില എന്ന് പറയുന്നത് യഥാർത്ഥ വിലയാണ്, ആ സാധനത്തിൻ്റെ യഥാർത്ഥ വിലയാണ് പരസ്യ വില എന്ന് പറയുന്നത്. അപ്പം 20 രൂപ ഡിസ്കൗണ്ട് കിട്ടി. ഡിസ്കൗണ്ട് ശതമാനം കാണാൻ 120 രൂപ വിലയുള്ള ഒരു ബുക്ക് 100 രൂപയ്ക്ക് വിൽക്കുന്നു. അതായത് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യ വില ഗുണം 100. ഡിസ്കൗണ്ട് എത്ര കിട്ടി? 120, 100, 20 ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യ വില, അതിൻ്റെ യഥാർത്ഥ 120 ഗുണം 100. അങ്ങനെ കണക്കാക്കിയാണ് ഡിസ്കൗണ്ട് ശതമാനം കാണാം. ഇനിയും ക്ലാസ്സുകൾ തുടരുന്നതാണ്. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഷോർട്ട് കട്ട് മെത്തേഡ്സൊക്കെ ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു മാസം ധാരാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.